നമസ്കാരം, ഞാൻ ശുഭശ്രീ പ്രശാന്ത്. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷനിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന നിലയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജനറൽ ന്യൂട്രീഷനെ കുറിച്ചാണ്. അതായത് ന്യൂട്രീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമുക്ക് പലർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരം നമുക്ക് ആരോഗ്യകരമായി ഇരിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം, അതുപോലെ തന്നെ വ്യായാമം വേണം, വെള്ളം വേണം, ഉറക്കം വേണം, ഇതെല്ലാം നമുക്ക് വേണമെന്നറിയാം അല്ലേ. അപ്പം പലരും ഒത്തിരി എക്സസൈസസ് ഒക്കെ ചെയ്യാറുണ്ട്, ഒത്തിരി ഭക്ഷണം കൺട്രോൾ ചെയ്യാറുണ്ട്, ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും പലർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകാതെ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് നടക്കുന്നു, ഈവനിങ് നടക്കുന്നു, ഇതിനിടയ്ക്ക് നിങ്ങൾ ജിം വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ യോഗ ചെയ്യുന്നവരുണ്ട്, മറ്റ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡയറ്റിക് പാറ്റേൺസ് ഫോളോ ചെയ്യുന്നുമുണ്ടാകാം. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് നമുക്കത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ജനറലി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനറലി പറയുന്ന കാര്യങ്ങളാണ്. ഇത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആദ്യമേ പറയാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വ്യക്തിഹിതമാണ്. ഓരോ വ്യക്തിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും ഓരോ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളും വ്യത്യസ്തപ്പെട്ട് തന്നെ ഇരിക്കും. എന്തെങ്കിലും രോഗങ്ങളുള്ളവരോ അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളവർക്കോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അത് കണക്ട് ചെയ്ത് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പൊതുവായ കാര്യങ്ങളാണ്. അപ്പോൾ അത് പൊതുവായ കാര്യങ്ങൾ പൊതുവായി തന്നെ എടുക്കുക. അതൊരു പ്രത്യേക കാറ്റഗറിയെ ബേസ് ചെയ്ത് പറയുന്ന കാര്യമല്ല. അപ്പോൾ നോർമലി യാതൊരു രീതിയിലുള്ള ഫിസിക്കലി മെൻ്റലി ഒരു അസുഖങ്ങളും ഇല്ലാത്ത വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പാറ്റേൺ ഓഫ് ലിവിങ്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാകുന്നത് തന്നെ ഒരു 30+ ശേഷമാണ്. അപ്പോൾ അതിനുശേഷം പലർക്കും ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികളിലും അതുണ്ട്. അപ്പോൾ ജനറലി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് കൃത്യസമയത്ത് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുകയും വേണം. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. നമ്മളുടെ ബ്രെയിനിനെ ഉണർത്തുവാനുള്ള ആവശ്യമായ ഉതകുന്ന പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും മറ്റ് ന്യൂട്രിയൻസും എല്ലാം കൊടുത്ത് ബ്രെയിനിനെ ഉണർത്തേണ്ട ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ദി ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം ഭക്ഷണം അനിവാര്യമായും നമ്മൾ ഉപയോഗിക്കണം. ആ സമയത്തെ ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഹൈ കാർബിലി, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനായിട്ടും മറ്റ് മാക്രോ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ, നമുക്ക് നോർമലി ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് എഗ്ഗോ അല്ലെങ്കിൽ മിൽക്കോ ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ബേസ് ആയിട്ടുള്ള പ്ലാന്റ് ബേസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഇനി എല്ലാവർക്കും പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് അതായത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ പറയും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യു ഷുഡ് ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് കിങ്. രാജാവ് എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ കഴിക്കണമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ ഭക്ഷ്യ ഗ്രൂപ്പിൽ നിന്നും വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സമയം, ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടൈമുണ്ട്. ഒരു 8:30 ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന നിലയിലേക്ക് നമ്മൾ തിരിയണം. മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓയിലി അല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിംഗ്. അവിടെ നമുക്ക് സാലഡ്സോ സ്പ്രൗട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിംഗ് ടൈമിൽ ഉൾപ്പെടുത്താം. അത് കുട്ടികൾക്കായാലും ഒരു ടീനേജേഴ്സിനായാലും മുതിർന്നവർക്കായാലും ഇനി ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കായാലും അതല്ല ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കായാലും ഈ സമയത്ത് ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിംഗ് ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി ഒത്തിരി ഏജ്ഡ് ആയവർക്ക് ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലംസും മറ്റും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഹാഫ് കുക്ക്ഡ് ബേസിൽ അല്ലെങ്കിൽ പിന്നെ ബോയിൽ ചെയ്ത രീതിയിലായിരിക്കണം ഈ സാലഡ്സ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് പലരും 1:30, 2, 3, 4 ആ ഒരു നിലയിലേക്ക്
പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിംഗ് പോകാതെ ഇൻ ബിറ്റ്വീൻ 1 and 2 നമ്മുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലഞ്ച് എങ്ങനെ ആയിരിക്കണം? ലഞ്ച് ഷുഡ് ബി ഹെൽത്തി. നമ്മൾ കഴിക്കുന്ന ലഞ്ച് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ ചോറ് കുറച്ച്, പച്ചക്കറികൾ ധാരാളം, അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഉൾപ്പെടുത്താം. കഴിയുമെങ്കിൽ റെഡ് മീറ്റ്സ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്കൊരു ലഞ്ച് എടുക്കാം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പകുതിയിൽ അധികം ഭാഗവും നമ്മൾ വെജിറ്റബിൾസിനും അതുപോലെ തന്നെ പൾസസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മളുടെ ലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക്. ഇപ്പോൾ നോർമലി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഈവനിങ് അവർക്ക് നല്ലൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ടീ പ്ലസ് എനി സ്നാക്ക്, എന്തെങ്കിലും ഓയിലി ആയിട്ടുള്ള സ്നാക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഓയിലി ആയിട്ടുള്ള ഒരു സ്നാക്സിന് പ്രിഫറൻസ് കൊടുക്കാതെ, നമുക്കിപ്പോൾ അറിയാമല്ലേ ബോയിൽഡ് സ്നാക്സ് ഒക്കെ ഒരുപാടുണ്ട്. ബോയിൽഡ് പൾസസോ അല്ലെങ്കിൽ ബോയിൽഡ് ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ആ ഒരു സമയത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ബാക്കിയുള്ളതിൽ ഡിന്നറാണ്. അപ്പോൾ ഡിന്നർ എങ്ങനെയെന്ന് വെച്ചാൽ പൊതുവേ 10 മണി അതിനുശേഷം ഒക്കെ ആയിരിക്കും ഡിന്നർ കഴിക്കാനായിട്ട് നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം, അതായത് ഗവൺമെൻറ് അല്ലാതെ പ്രൈവറ്റ് ഫൈനാൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ജോലി തീർത്ത് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അവരുടെ ഡിന്നറും അതുപോലെ ലേറ്റ് ആവും. സോ അങ്ങനെ ലേറ്റ് ആയിരിക്കാതെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഒരു 7 മണി 7:30 മണിക്ക് മുമ്പ്, മാക്സിമം 8 o'clock മുന്നേ നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഡിന്നറായിട്ട് യൂസ് ചെയ്യാം. മുഴുധാന്യങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പോ റാഗിയോ ചോളമോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. മേ ബി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റ് നൈറ്റ് വർക്ക്സ് ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഹെൽത്തി ഡിന്നർ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. സോ ദേ കെൻ യൂസ് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമായി ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ എപ്പോഴും വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഡിന്നർ കഴിക്കുമ്പോൾ നമ്മൾ ഭിക്ഷക്കാരനെ പോലെ കഴിക്കണമെന്ന് വെച്ചാൽ അരവയറ് മാത്രം കഴിച്ച് ഡിന്നർ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ ഡിന്നർ കുറച്ച് കഴിക്കുക, ഡിന്നർ എപ്പോഴും ലൈറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഡിന്നർ എല്ലാവർക്കും നമ്മൾ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു 8 o'clock മുമ്പ് ഡിന്നർ കഴിച്ചിട്ട് ഒരു പോസ്റ്റ് ഡിന്നർ എന്നുള്ള നിലയിൽ, നോർമലി ഈ പോസ്റ്റ് ഡിന്നർ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉള്ളവർക്ക്, ഇപ്പം ഷുഗർ വാല്യൂസൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു വാല്യൂസിൻ്റെ ഒരു വ്യതിയാനം സംഭവിക്കാതിരിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈപ്പോ ഒക്കെ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഡിന്നർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം പോസ്റ്റ് ഡിന്നർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും കഴിക്കാം. പോസ്റ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞിട്ട് വീണ്ടും ഹെവി ആയിട്ട് കഴിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വളരെ ലൈറ്റായിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മളെ ഒരു ഡെയിലി ഡയറ്ററി പാറ്റേൺ ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട കാര്യമാണ് ജലം. അപ്പോൾ വെള്ളം എത്രമാത്രം എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു 8 to 15 cups ഓഫ് വാട്ടർ ഡെയിലി ഇൻടേക്ക് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിന് വെള്ളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഡീഹൈഡ്രേഷനും അതുപോലുള്ള കാര്യങ്ങളും സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വെള്ളം വേണം. അതുപോലെ തന്നെ കിഡ്നി പ്രവർത്തിപ്പിക്കാനും ഒക്കെ നമുക്ക് വെള്ളം വേണം. അപ്പം വെള്ളം ആവശ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജലത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വെള്ളം എപ്പോഴും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഫുഡിനോടൊപ്പം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സിപ്പ് ചെയ്യാം വെള്ളം. പക്ഷേ നമ്മൾ നോർമലി കുടിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി വെള്ളം, ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ, കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത്. ചോറോ എന്തെങ്കിലും വായിൽ വെക്കണമെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് ഡൈജഷനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ അറ്റ് എ ടൈം ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുറേശ്ശെ അപ്പോഴപ്പോഴായിട്ട് വെള്ളം കുടിക്കുക. രാത്രികാലങ്ങളിൽ ചില ആൾക്കാർ രാത്രികാലങ്ങളിൽ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ആ പകലൊന്നും വെള്ളം കുടിക്കാണ്ട് രാത്രി മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ശീലവും നല്ലതല്ല. രാവും പകലും ഒരേപോലെ വെള്ളം കുറേശ്ശെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി
അനിവാര്യമായ മറ്റൊരു ഘടകമാണ് ഉറക്കം. സ്ട്രെസ്സ്, സ്ട്രെയിന്, ബാക്കി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ബോഡിക്കും ആവശ്യമായ റെസ്റ്റ്, അതുപോലെ തന്നെ ബ്രെയിനും റെസ്റ്റ് ആവശ്യമാണ് അല്ലേ. മനുഷ്യനായാലും മെഷീനായാലും റെസ്റ്റ് ആവശ്യമാണ്. അപ്പം റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് സംഭവിക്കും. അപ്പം അനിവാര്യമായ ഒരു ഘടകമാണ് റെസ്റ്റ്, വിശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്രമ സമയം എപ്പോഴും രാത്രിയിലായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ഒരു 10 മണി മുതൽ 5 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ നമ്മെ സഹായിക്കുന്ന ടൈം. ആ സമയം നമ്മൾ മാക്സിമം ഉറങ്ങാനുള്ള സമയം കണ്ടെത്തുക. അതിനു മുന്നേ തന്നെ കഴിയുമെങ്കിൽ നമ്മളുടെ മൊബൈലും അതുപോലെ തന്നെ നമ്മൾ TV-യും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സമയം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മളുടെ ഭക്ഷണം, അതുപോലെ തന്നെ വ്യായാമം, ദിവസേന വ്യായാമത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അരമണിക്കൂറെങ്കിലും ദിവസേന വ്യായാമം ചെയ്യുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. നടക്കാം, യോഗ ചെയ്യാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സ്റ്റെയേഴ്സ് ചെയ്യാം. വീട്ടിൽ സ്റ്റെയേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റെയേഴ്സ് കയറാം, അല്ലെങ്കിൽ ജിം യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെയുള്ള എക്സസൈസ്, ബോഡി എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 4 ഘടകങ്ങൾ: വ്യായാമം, ഭക്ഷണം, വെള്ളം, ഉറക്കം. ഒരു വ്യക്തിക്ക് ശാരീരിക മാനസിക വികാസത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങൾ. മറക്കരുത്: വ്യായാമം, ഭക്ഷണം, വെള്ളം, ഉറക്കം. അപ്പോൾ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.